Hi all, welcome to No Tutor Academy. And this video we're gonna discuss എങ്ങനെയാണ് IMU CET 2026ന്റെ ഫോം ഫില്ല് ചെയ്യാം വിത്തൗട്ട് എനി മിസ്റ്റേക്സ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മൾ വരുത്തിയിട്ട് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ദെൻ നമുക്ക് അതിന് ശേഷം എന്താ പറയുക, സ്റ്റുഡൻസ് എല്ലാവരും വന്നിട്ട് പറയാണ് സർ ഈ ഒരു മിസ്റ്റേക്ക് വരുത്തി എന്നുള്ള കാര്യം നമുക്ക് ഒഴിവാക്കാനാണ് ദിസ് വീഡിയോ. ഫ്രം ഫസ്റ്റ് ടു എൻഡ് വരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, അതിനുശേഷം മാത്രം ഫോം ഫിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺസ് എ മിസ്റ്റേക്ക് ഹാസ് മേഡ് അതൊരിക്കലും നമുക്ക് കറക്റ്റ് ചെയ്യാനോ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും, ബട്ട് എന്നാലും ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ഓക്കെ, സോ ഇറ്റ്സ് ഓൾവേസ് ബെസ്റ്റ് നമ്മളെല്ലാം ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് ഇരുന്ന് സമാധാനത്തിൽ ഇരുന്നിട്ട് നമ്മൾ ഈ IMU-CET 2026ന്റെ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലിങ്ക് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ക്ലൂസീവ് വാട്സപ്പ് ചാനലുണ്ട്. ആ ചാനലിനകത്ത് നമ്മളെല്ലാ അപ്ഡേറ്റ്സും ഇടും. സോ ഈ ചാനലിന് നിങ്ങൾ ഈ ലിങ്ക്, സോ IMU-CET 2026 ആപ്ലിക്കേഷൻ ഓപ്പൺ ആയതിൻ്റെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ഗോണ എൻഡ് അപ്പ് ഇൻ ടു ദിസ് വെബ്സൈറ്റ്. ദിസ് വെബ്സൈറ്റ് ഈസ് IMU-CET-exams.com. ഓക്കെ, സോ ഈ ഒരു വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ എസ്പെഷ്യലി ഫോർ ദ ന്യൂ കമേഴ്സ്, കാരണം ഇപ്പം +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെയാണ് മോർ ഫോക്കസ്ഡ് ആയിട്ട് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുക. സോ ദിസ് ഈസ് ദെയർ ന്യൂ എന്താ പറയുക, പുതിയൊരു ഇൻ്റർഫേസ് ആണ്. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ, സോ വെൽക്കം ഓൾ അഗെയിൻ. ആൻഡ് ദിസ് വീഡിയോ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ഈ വർഷം കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ദ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ഡേറ്റ് ഈസ് 6th February 2026. ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ, അതായത് ഈ ഫോമിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 24th April 2026 ആണ്. ഓക്കെ, പിന്നെ സിറ്റി സെലക്ഷൻ സ്റ്റാർട്ട് ഡേറ്റ്, നമുക്ക് ഏത് സിറ്റിയാണ് സെലക്ട് ചെയ്യേണ്ടത് ഫോർ ദ എക്സാം, that date will be coming 4th May 2026. Then only city selection end date വരുന്നത് 10th May 2026 ആണ്. ഓൾ ദ അപ്ഡേറ്റ് നമ്മുടെ വാട്സപ്പ് ചാനലിൽ വരുന്നതാണ്. ആൻഡ് ഓൾസോ നോട്ട് സ്റ്റുഡൻസിന് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ മെൻറ്റേഴ്സ് വന്നിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് തരും. ആൻഡ് ദ ഡേറ്റ് ഓഫ് IMU-CET, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്. ഓക്കെ, അത് വരുന്നത് 24 May 2026 ആണ്. ദാറ്റ് ഡേറ്റ് ഈസ് യുവർ ഡേറ്റ്. ഓക്കെ, ആ ഡേറ്റിലാണ് നിങ്ങളുടെ IMU-CET എക്സാം നടക്കുന്നത്. സോ അക്കോർഡിംഗ്ലി എല്ലാം പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ സ്റ്റഡീസ് ഒക്കെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക, ആൻഡ് റിവിഷൻസ് ഒക്കെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. ദോസ് റിപ്പീറ്റിംഗ്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് വരുന്ന സ്റ്റുഡൻസ് നമുക്ക് ഇതിൽ ന്യൂ രജിസ്ട്രേഷൻ ആൻഡ് ലോഗിൻ എന്നുള്ള സംഭവമാണ്. ഓക്കെ, സോ ഇതിനകത്ത് ഈ രജിസ്ട്രേഷൻ റോഡ് മാപ്പ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രോസസ്സിൻ്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടും. സോ നോ നീഡ് ദാറ്റ്. ഓക്കെ, സോ ന്യൂ രജിസ്ട്രേഷൻ ആൻഡ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ആൻഡ് യു ഗോണ end up in this site. Okay, ഇതിനകത്ത് അപ്ലിക്കേറ്റ് സൈൻ അപ്പ്, ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ്. ഓക്കെ, ഏതൊരു സ്റ്റുഡൻറ്റും ഫസ്റ്റ് IMU-യുടെ സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് സൈൻ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സൈൻ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ഇമെയിൽ ഐഡിയും ആൻഡ് എ മൊബൈൽ നമ്പറും. ഓക്കെ, ഇമെയിൽ ID എസ്പെഷ്യലി നിങ്ങൾ നോക്കണം. ഇമെയിൽ IDയിൽ ഒരിക്കലും അതിൻ്റെ സ്പേസ് ഫില്ലാവാതിരിക്കാൻ പാടില്ല. കാരണം സ്പേസ് ഫില്ലായി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇമെയിൽ ഡെലിവർ ആകില്ല. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പുതിയൊരു ഇമെയിൽ തന്നെ ക്രിയേറ്റ് ചെയ്തോണം. അപ്പോൾ ക്ലിക്ക് ന്യൂ രജിസ്ട്രേഷൻ. ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നതാണ് ഈ രജിസ്ട്രേഷൻ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് PDF ഉണ്ട്. ഒന്ന് പ്രോസ്പെക്റ്റും ഒന്ന് ഇൻസ്ട്രക്ഷൻസും. സോ നമുക്ക് ഇത് രണ്ടും വായിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഇതിവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റൂ. സോ ക്ലിക്ക് പ്രോസ്പെക്ട്സ്. ആ പ്രോസ്പെക്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ഓൾസോ സെയിം IMU ഇൻസ്ട്രക്ഷനും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ടും വായിച്ചു നോക്കാം. സോ ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ഡോക്യുമെന്റ്. ദെൻ ബോത്ത് റെഡ് യു ക്യാൻ നൗ ടിക്ക് ദ ബോക്സ് എന്നൊരു ഇൻസ്ട്രക്ഷൻ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ടിക്ക് ചെയ്യും. ദെൻ വി ഗോ ടു ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ്. ഓക്കെ, നമ്മളപ്പം ഇൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ
ഓക്കെ. ഇതിൽ ഫേസ് 1 ഐഡന്റിറ്റി ആൻഡ് കോണ്ടാക്ട് ഇൻഫർമേഷൻ ആണുള്ളത്. അപ്പോൾ അപ്ലിക്കേഷൻ ഫോർ CET പ്രോഗ്രാം, അപ്പോൾ നിങ്ങൾ ഏതിലാണ് ഇപ്പോൾ? നിങ്ങളിപ്പോൾ എല്ലാവരും ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് എടുക്കുകയാണെങ്കിലും PSC നോട്ടിക്കൽ സയൻസ് എടുക്കുകയാണെങ്കിലും ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ലീഡിംഗ് ടു BSc നോട്ടിക്കൽ സയൻസ് എടുക്കുകയാണെങ്കിലും നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് UG ടെക്നിക്കൽ കോഴ്സസ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫുൾ നെയിം എന്താണോ നിങ്ങൾ ക്ലാസ് 10th സർട്ടിഫിക്കറ്റിൽ കൊടുത്തത് അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഫുൾ നെയിം കൊടുക്കുക. എന്താണോ നിങ്ങൾ 10th സർട്ടിഫിക്കറ്റിൽ ഉള്ളത് അത് അതേപോലെ കൊടുക്കുക. ഓക്കെ. നാഷണാലിറ്റി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏതാണോ നാഷണാലിറ്റി ആണ് നമ്മൾ. ഓഫ് കോഴ്സ് എല്ലാവരും ഇന്ത്യൻസ് ആണ്. ആൻഡ് ഇന്ത്യൻസ് അല്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ, അതായത് ഫോറിൻ NRI സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്കുള്ള ഓപ്ഷനും കൂടെ ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. എസ്പെഷ്യലി ഫ്രം ദിസ് ഇയർ ഓൺവാർഡ്സ് ഫോറിൻ സ്റ്റുഡൻസിനും നമുക്ക് IMEയുടെ പോർട്ടലിൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ജെൻഡർ, ദെൻ എസ്പെഷ്യലി നിങ്ങൾ ഈ ഒരു കാറ്റഗറി ചൂസ് ചെയ്യുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ കാറ്റഗറി സത്യമായിട്ട് ചൂസ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് IME CETക്ക് കുറേ ഇൻസെൻറ്റീവ്സ് വരുന്നുണ്ട്. അതായത് സച്ചാസ് റിസർവേഷൻ ആൻഡ് ഇൻസെൻറ്റീവ്സ് ഇൻ അഡ്മിഷൻസ്. IMU ക്യാമ്പസസിനകത്ത് ഷെഡ്യൂൾ കാസ്റ്റ് ആണെങ്കിൽ 15% റിസർവേഷനും, ഷെഡ്യൂൾ ട്രൈബ് ആണെങ്കിൽ 7.5%, ആൻഡ് OBC നോൺ ക്രീമി ലെയറിൽ വരുന്നതാണെങ്കിൽ 27% റിസർവേഷൻസ് ഉണ്ട്. ആൻഡ് ജനറൽ എക്കണോമിക്കലി വീക്ക് എന്താ പറയുക സ്റ്റുഡൻസ് ആണെങ്കിൽ 10% റിസർവേഷൻ വരുന്നുണ്ട്. സോ എസ്പെഷ്യലി നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ റാങ്കിൻ്റെ ചാൻസസ് വിൽ ബി വെരി മച്ച് ഹയർ. ഓക്കെ. ആൻഡ് ആൾസോ വൺ മോർ തിങ്, ഇത് നിങ്ങൾ വെറുതെ ഫില്ല് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഇതിന് ശേഷം നിങ്ങളുടെ പ്രോസ്പെക്ടിനകത്ത് അകത്ത് ഒരു ഫോം ഉണ്ട്. ആ ഫോം ഫില്ല് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് സബ്മിറ്റും ചെയ്യണം IMEനകത്ത്. വെറുതെ നിങ്ങൾ SC ആണ്, ST ആണ്, OBC ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് യു ഗോണ ബി ഇൻ ബിഗ് ട്രബിൾ. ഓക്കെ. സോ അത് നിങ്ങൾ ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് PWBD സ്റ്റാറ്റസ്. ഇത് ആക്ച്വലി പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മർച്ചന്റ് നേവി ജോയിൻ ചെയ്യാൻ ഈ ഒരു ഡിസേബിലിറ്റീസ് ഉണ്ടാവാൻ പാടില്ല. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ആൾസോ നിങ്ങൾക്ക് ജന്മനാ ഉള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആസിഡ് വിക്ടിംസോ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലാണ് ഈ PWBD സ്റ്റാറ്റസ് കിട്ടുക. ആക്ച്വലി വേറൊരു ഗവൺമെന്റ് ജോബിനകത്തൊക്കെ നമുക്ക് 40%-ന് മുകളിൽ റിസർവേഷൻ ഈ ഒരു കാറ്റഗറീസിൽ ഉണ്ടാവും. ബട്ട് ആസ് ഫോർ മർച്ചന്റ് നേവി ദിസ് ഈസ് നോട്ട് അപ്ലിക്കബിൾ. So click no and select your date of birth. Okay, just click this I confirm that I am a human applicant. ഓക്കെ. ഫൈനൽ ഡാറ്റ റിവ്യൂ. അപ്പോൾ നമ്മൾ അത് കൊടുത്തു. ഓക്കെ. അതിന് ശേഷം ഇത് നമ്മൾ പ്രോപ്പറായിട്ട് വായിച്ചു നോക്കുക. ദെൻ ഓൾ ദ ഡാറ്റ യു ഹാവ് ഫിൽഡ് ഈസ് കറക്റ്റ് ഓർ നോട്ട്. കാരണം ഇതിലൊരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞു, നിങ്ങൾ സമയമെടുത്ത് ശാന്തമായിരുന്നു നിങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കി 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 ഫില്ല് ചെയ്യുക. മിസ്റ്റേക്സ് വരുത്താതിരിക്കുക. ഓക്കെ. ഇനി അഥവാ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് മോഡിഫൈ ഇൻപുട്ട് ഹിയർ. ദെൻ നിങ്ങൾക്ക് വീണ്ടും അത് വെരിഫൈ ചെയ്യാം. Then commit and register. Click this. ഓക്കെ. വൺസ് നമ്മൾ ഈ ഒരു പാനലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ IDയും ആൻഡ് മൊബൈൽ നമ്പറും വെരിഫിക്കേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു OTP സ്റ്റേജ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാം. വൺസ് ഇത് രണ്ടും വെരിഫൈ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഗോ ടു പ്രൊസീഡ് ടു കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം. ഓക്കെ. ഇതിനകത്ത് നിങ്ങൾക്കൊരു പോർട്ടൽ യൂസർ ID ആൻഡ് പോർട്ടൽ പാസ്വേഡ് കിട്ടും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ പോർട്ടൽ യൂസർ IDയും ആൻഡ് പോർട്ടൽ പാസ്വേഡും. ദെൻ പ്രൊസീഡ് ടു കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മുടെ അടുത്ത phase 1 കംപ്ലീറ്റ് ആയിരിക്കുന്നു. phase 1 കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വരുന്നത് phase 2 കാൻഡിഡേറ്റ് പ്രൊഫൈലാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഫാദേഴ്സ് നെയിം കൊടുക്കുക, മദേഴ്സ് നെയിം കൊടുക്കുക,
ഗാർഡിയൻസ് നെയിം കൊടുക്കുക, ഗാർഡിയൻ ഫോൺ നമ്പർ കൊടുക്കുക. യെസ്, അഡീഷണൽ പ്രൊഫൈൽ ഡീറ്റെയിൽസിനകത്ത് വരുന്നതാണ് NCC സർട്ടിഫിക്കറ്റ് ഹോൾഡർ. ഇഫ് യു ആർ NCC സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു എന്താ പറയുക ഇൻസെൻറ്റീവ്സ് ഈ NCC സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനെ കിട്ടുന്നുണ്ട്. ഇപ്പം NCC കാഡറ്റ്സ് ഹോൾഡിംഗ് A or B or C സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ, C സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 5% ഓഫ് മാക്സിമം മാർക്സ്, B സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 3% ഓഫ് മാക്സിമം മാർക്സ്, A സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 2% ഓഫ് മാക്സിമം മാർക്സ് നിങ്ങൾക്ക് നിങ്ങളുടെ IMUയുടെ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ആൻഡ് ഓൾസോ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് NCC സർട്ടിഫിക്കറ്റ് കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് യെസ് കൊടുത്തിട്ട് പോകാൻ പാടില്ല. സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് മാത്രം ഇത് യെസ് കൊടുക്കുക. നിങ്ങൾ ഇപ്പോൾ ഫോട്ടോ ID ഡോക്യുമെന്റ്, ഏത് ഡോക്യുമെന്റ് ആണ് നിങ്ങൾ വെരിഫിക്കേഷന് വേണ്ടി കൊടുക്കുന്നത്? സോ ക്ലിക്ക് ആവുക. റിലീജിയൻ, ഏതാണോ റിലീജിയൻ അത് കൊടുക്കുക. ബ്ലഡ് ഗ്രൂപ്പ്, വിച്ച് ഈസ് യുവർ ബ്ലഡ് ഗ്രൂപ്പ്, അത് കൊടുക്കുക. ഓഫ് കോഴ്സ് നിങ്ങളായിരിക്കണം. മദർ ടങ് മലയാളം സെലക്ട് ചെയ്യുക. പാരന്റ് ഗാർഡിയൻ ഓക്യുപ്പേഷൻ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. കാരണം എസ്പെഷ്യലി നിങ്ങൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യണം. നിങ്ങൾ ജനറൽ EWS കാറ്റഗറി സെലക്ട് ചെയ്തതാണെങ്കിൽ, ആൻഡ് ഓൾസോ OBC നോൺ ക്രീമി ലെയർ ഒക്കെ സെലക്ട് ചെയ്തതാണെങ്കിൽ എന്താണോ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ പാരൻസിൻ്റെ, അത് മാത്രം ഇവിടെ കൊടുക്കുക. ഓഫ് കോഴ്സ് നിങ്ങൾ മിസ്റ്റേക്സ് ഇതിൽ വരുത്താൻ പാടില്ല. ആൻഡ് ഓൾസോ പാരൻസ് ആനുവൽ ഇൻകം, ഇതും ഇൻകം സർട്ടിഫിക്കറ്റിൽ വരുന്നത് പോലെ തന്നെ നിങ്ങൾ ഇതിൽ ഫില്ല് ചെയ്യുക. കാരണം ഇത് ക്രോസ് ചെക്ക് ചെയ്യും. ക്ലിക്ക് നോ. Do you meet the medical standards as per eligibility criteria for the programs? അപ്പം നിങ്ങൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതായത് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഒക്കെ ഫുൾഫിൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തതിനാൽ, ഈ ബ്ലൂ ലിങ്ക് ക്ലിക്ക് ചെയ്തതിനാൽ നിങ്ങളുടെ മെഡിക്കലിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. എന്തൊക്കെയാണ്, ഐസൈറ്റ് എത്ര വേണം, ഫിസിക്കൽ ഫിറ്റ്നസ് എങ്ങനെ വേണം, ഫോർ BSc നോട്ടിക്കൽ സയൻസ്, BTech മറൈൻ എഞ്ചിനീയറിംഗ് എല്ലാവർക്കും എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് ഈ ഒരു എന്താ പറയുക PDF-നകത്ത് കിട്ടും. സോ അത് ക്ലിക്ക് ചെക്ക് ചെയ്യുക. ആൻഡ് വൺസ് നിങ്ങൾ യെസ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. ഡു യു ഹാവ് എ പാസ്പോർട്ട് ഓർ അപ്ലൈഡ് ഫോർ വൺ? വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളെല്ലാവരും മർച്ചന്റ് നേവി ജോയിൻ ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസ് എല്ലാവരും പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുക. കാരണം എല്ലാ കമ്പനീസും എല്ലാ കോളേജസും ഇപ്പം നിർബന്ധമായിട്ട് പറയുന്നുണ്ട്, ബിഫോർ കമൻസ്മെന്റ് ഓഫ് കോഴ്സ് everyone should be holding a passport. So passport എന്താ പറയാ അപ്ലൈ ചെയ്തതിനാൽ പെട്ടെന്ന് തന്നെ കിട്ടും. സോ അപ്ലൈ നോ. ഓക്കെ, those who don't apply, click no. How do you know about IMU? Just undertake to submit at admission? Yes. Actually yes മാത്രമേ ഉള്ളൂ. പ്ലേസ് ഓഫ് റെസിഡൻസ്, ഇത് നിങ്ങളെ ഗ്രാമത്തിലാണോ അല്ലെങ്കിൽ നഗരത്തിലാണോ എന്നുള്ള ചോദിക്കുകയാണ്. അർബൻ ഓർ റൂറൽ. സോ ക്ലിക്ക് anything. ആൻഡ് കൺട്രി നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇന്ത്യ, സ്റ്റേറ്റ് കേരള, ഡിസ്ട്രിക്ട്, പിൻകോഡ്. ഓക്കെ, സോ നെക്സ്റ്റ് ചോദിക്കുന്നതാണ് കറസ്പോണ്ടൻസ് അഡ്രസ്. അപ്പോൾ നിങ്ങൾ ഇത് പെർമനന്റ് അഡ്രസ് ആണ്, സെയിം ആണെങ്കിൽ നിങ്ങൾ സെയിം ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് എവിടെയാണ് താമസിക്കുന്നത് അത് അവിടെ കൊടുക്കുക. ദെൻ ഇത് കഴിഞ്ഞിട്ട് സേവ് ആൻഡ് പ്രൊസീഡ്. വൺസ് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡാറ്റാസ് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇപ്പം തന്നെ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുക. എപ്പോഴും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ വായിച്ചു നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ phase 3 അക്കാദമിക് റെക്കോർഡ്. സോ phase 1 ആൻഡ് phase 2 കഴിഞ്ഞു. നമുക്ക് വരുന്നത് phase 3 ആണ്, അക്കാദമിക് റെക്കോർഡ്. സോ അക്കാദമിക് റെക്കോർഡിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് സ്റ്റേറ്റ് പ്രിഫറൻസസ് ഫോർ CET എക്സാമിനേഷൻ.
സോ നിങ്ങൾ ഇപ്പോൾ കറൻ്റ്ലി കഴിഞ്ഞ വർഷം എന്താ പറയുക, സ്റ്റുഡൻസ് പ്രിഫറൻസസ് കേരള കൊടുത്തു, ബട്ട് ദേ ഗോട്ട് ഇൻ ടു സം വെരി ഫാർ. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ IMU ഒരു മിസ്റ്റേക്ക് വരുത്താതിരിക്കട്ടെ. ആൻഡ് ദേ ഹാവ് ഡിഡ് അപ്പോളജൈസ് ടു സ്റ്റുഡൻസ് ദോസ് ഹു ഡിഡിൻ അറ്റൻഡ്, അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രിഫറൻസ് ഇപ്പോൾ ഇത്തവണ മുതൽ ദേ ഗോണ ചേഞ്ച് ദ സിസ്റ്റം. ദേ ആർ ചേഞ്ച്ഡ് ആൻഡ് വിൽ സി എങ്ങനെയാണ് അവരെ നമുക്ക് പ്രിഫറൻസസ് തരുന്നത് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസസ് നിങ്ങൾക്ക് എന്തായാലും ഈ 8 പ്രിഫറൻസസ് കൊടുക്കേണ്ടതുണ്ട്. ഒന്ന് പ്രിഫറൻസ് സെലക്ട് ചെയ്ത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി, ബട്ട് ഇറ്റ് ഡിഡ്ന്റ് വർക്ക്. അപ്പം കേരളം മാത്രമാണ് സെലക്ട് ചെയ്യാന്നുള്ളെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ബട്ട് ദേ ആർ സെയിങ് ദേ ഹാവ് ടു സെലക്ട് ഓൾ. അപ്പം പ്രിഫറൻസ് 1 മുതൽ 8 വരെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഫസ്റ്റ് പ്രിഫറൻസ് എന്നുള്ളത് നമ്മൾ കേരളം തന്നെ കൊടുക്കുക. പിന്നെ നമുക്ക് അടുത്ത് എത്തിപ്പെടാൻ പറ്റുന്നത് നമ്മളെ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് തന്നെയാണ്. സോ ക്ലിക്ക് തമിഴ്നാട്. Preference 3 will be Karnataka. Preference 4 give to Goa. Then you can give Maharashtra. Will go to Mumbai. And next will be Delhi. Next go to Pondicherry. Then so Kerala, Tamil Nadu, Karnataka, Goa, Maharashtra, Delhi, Puducherry, Telangana. Of course, നിങ്ങൾക്ക് ഡൽഹി കിട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസും ഡൽഹി ചൂസ് ചെയ്യും. സോ ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള, തമിഴ്നാട്, കർണാടകയിനകത്ത് തന്നെ വരാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ ഇത്തവണ നോക്കുകയാണെങ്കിൽ അവർ IMA പറഞ്ഞിരിക്കുന്നത് അധികവും ഏത് സ്റ്റേറ്റിലാണ് സ്റ്റുഡൻസ് ആ സ്റ്റേറ്റിൽ തന്നെ കൊള്ളിക്കും എന്നാണ്. ഇനി ലെറ്റ്സ് സീ അക്കാദമിക് ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് 10th ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ 10th റിസൾട്ട് പാസ്റ്റ് കൊടുക്കുക. നെയിം ഓഫ് ദ ബോർഡ് കേരള സ്റ്റേറ്റ് ബോർഡ് കൊടുക്കുക. സിങ്കിങ് അക്കാദമിക് റെക്കോർഡ്സ്, ഇത് ആക്ച്വലി നിങ്ങളെ നെറ്റ്വർക്കിന് ഇഷ്യൂവോ അല്ല, വേറെ ഏതോ ഒരു മിസ്റ്റേക്സോ അല്ല. സോ ഡോണ്ട് ബി പാനിക്. ഇത് ആക്ച്വലി സൈറ്റ് ലോഡ് ആവാൻ കിടക്കുന്ന ടൈമാണ്. നിങ്ങൾ ചെയ്ത എൻട്രി അത് എൻഡ് ആവാനുള്ള ടൈമാണ്. സോ ഡോണ്ട് ബി പാനിക് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ റീഫ്രഷ് ചെയ്യാനൊന്നും പോകരുത്. റീഫ്രഷ് ചെയ്താൽ വൺസ് നിങ്ങൾ ലോഗൗട്ട് ആവും. നെയിം ഓഫ് ദ സ്കൂൾ, നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ നെയിം നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്ത് ഉണ്ടാവും. അതേപോലെ മിസ്റ്റേക്ക് ഇല്ലാതെ കൊടുക്കുക. ആൻഡ് ഏത് സ്റ്റേറ്റിൽ നിന്നാണ് നിങ്ങൾ പാസ്സാക്കിയിട്ടത്, ഏത് ഡിസ്ട്രിക്റ്റാണ് നിങ്ങൾ പാസ് ചെയ്തത്, ഏത് ഇയർ ആണ് നിങ്ങൾ പാസ് ഔട്ട് ആയത്, റോൾ നമ്പർ അത് ഏതാണോ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ആ റോൾ നമ്പർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്തുണ്ടാവും. സോ ഇത് പാസ് ഡ്യൂറിങ് കോവിഡ്, നോ മാർക്സ്. ഇത് ആക്ച്വലി കോവിഡ് ടൈമിൽ 10th കഴിഞ്ഞ സ്റ്റുഡൻസിനകത്ത് അവർ കോവിഡ് ടൈം 2020 എന്ന് പറയുന്നത് കോവിഡ് ടൈമാണ്. 2022 പാസ് ഡ്യൂറിങ് കോവിഡ്. അപ്പോൾ കോവിഡ് ടൈമിലാണ് നിങ്ങൾ പാസ് ഔട്ട് ആയതെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് എക്സാം ഉണ്ടായിട്ടുണ്ടാവില്ല, അപ്പം മാർക്കില്ലായിരുന്നു. സോ അതാണ് ഇവിടെ ചോദിക്കുന്നത്. നോ കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് മാർക്സ് ഡീറ്റെയിൽസ് ബ്രേക്ക് ഡൗൺ. എസ്പെഷ്യലി നിങ്ങളുടെ 10th മാക്സിമം മാർക്ക് ഈച്ച് സബ്ജക്റ്റിന് വരുന്നത് 100 ആണ്. ആൻഡ് ടോട്ടൽ വരുന്നത് 1000 ആണ്. സോ ഇത് രണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ വെരി മച്ച് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രേഡ് സിസ്റ്റം. അപ്പം നിങ്ങൾക്കിപ്പം A+, A, B+, B, C+C അങ്ങനെയാണ് ഗ്രേഡ്സ് ആയിട്ടാണ് 10th മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് താഴെ നോക്കി കാണാൻ പറ്റും. അത് 90% to 100% A+ ആണ്. A ആണെങ്കിൽ 80% to 89% ആണ്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ മാർക്സ് ആയിട്ട് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? സോ കീപ് ഇറ്റ് A+ ഉള്ള സ്റ്റുഡൻസ് 95 കൊടുക്കുക. ഓക്കെ, 95, 90 മാർക്സ് കൊടുക്കരുത്, 100 മാർക്സും കൊടുക്കരുത്. 90 മാർക്സ് കൊടുക്കാം, നോ ഇഷ്യൂസ്, ബട്ട് കീപ് ഇറ്റ് 95. അത് സേഫ് സൈഡ്. ഇവിടെ ഇംഗ്ലീഷ് മാർക്ക് A+ ആണെങ്കിൽ 95 കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 95% വരും. സെയിം വൈസ് ഇപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ഇപ്പോൾ 9 A+ഉം 1 A ആണ് എന്നുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ 9 A+ഉം 1 B+ ആണ് ഉണ്ടെങ്കിൽ ഇതിൽ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കാം, 9 A+ എന്നുള്ളത് നിങ്ങൾ 95 കൊടുത്തു, 855 പ്ലസ് നിങ്ങൾക്ക് 1 B+ ആണ്, അത് നിങ്ങൾ 75 കൊടുത്തു, 75. അപ്പം 930 വരും. സോ കീപ് ഇറ്റ് 930. സോ ടോട്ടൽ വരുന്നത് നിങ്ങൾക്ക്
93% ആണ് നിങ്ങൾ ആവറേജ് മാർക്ക്. സോ ഇതിൽ നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് 12th സ്റ്റാൻഡേർഡ് ആണെങ്കിൽ റിസൾട്ട് സ്റ്റാറ്റസ് സ്റ്റുഡൻസ് വെയിറ്റിംഗ് ഫോർ ദിയർ റിസൾട്ട്സ്. നിങ്ങൾ 12th-ലാണ്, അപ്പോൾ റിസൾട്ട് സ്റ്റാറ്റസ് റിസൾട്ട്സ് അവൈറ്റഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഏത് ബോർഡാണ് നിങ്ങൾ, കേരള ബോർഡ് ആണെങ്കിൽ കേരള ബോർഡ്, CBSE ആണെങ്കിൽ CBSE സെലക്ട് ചെയ്യുക. അത് ഏത് സ്കൂളാണ്, ഏത് സ്റ്റേറ്റിൽ നിന്നാണ് നിങ്ങൾ, ആൾസോ ഏത് ഡിസ്ട്രിക്റ്റ് ആണ് അതും നിങ്ങൾ സെലക്ട് ചെയ്യുക. ദെൻ ഇയർ ഓഫ് പാസിംഗ് എന്തായാലും 2026 ആയിരിക്കും. Okay, that's it. Leave it as it is. Are you a graduate in BSc Physics or BSc Chemistry, Maths, Electronics with Physics as one subject, or an engineering graduate seeking admission to DNS program? So, those students who are completed BSc Physics അല്ലെങ്കിൽ BSc Chemistry, Maths, Electronics with Physics as one subject, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് DNSന് 12th അല്ല, നിങ്ങളുടെ ആ BScയുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് DNS പ്രോഗ്രാമിൽ സെലക്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇവിടെ യെസ് കൊടുക്കുക. ദെൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഫില്ലപ്പ് ചെയ്യാൻ പറ്റും ഇവിടെ നിങ്ങളുടെ BSc. അല്ല എന്നുണ്ടെങ്കിൽ ക്ലിക്ക് നോ. നമുക്ക് നോക്കാം. ആഫ്റ്റർ ദിസ് ക്ലിക്ക് സേവ് ആൻഡ് പ്രൊസീഡ്. ഓക്കെ, 12th റോൾ നമ്പർ നിങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പോൾ 11th നിങ്ങളുടെ മാർക്ക് ഷീറ്റിലുള്ള റോൾ നമ്പർ തന്നെ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. So confirm and submit. So once ഈ ഒരു 3 ഫേസ് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന ഫേസ് ആണ് phase 4 ഡിജിറ്റൽ ആർക്കൈവ്സ്. സോ ഡിജിറ്റൽ ആർക്കൈവ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ആൻഡ് 10th മാർക്ക് ഷീറ്റ് ഇത് മൂന്നും അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം കാൻഡിഡേറ്റ് ഫോട്ടോ ആയാലോ സിഗ്നേച്ചർ ആയാലോ 10th മാർക്ക് ഷീറ്റ് ആയാലോ നിങ്ങൾ ഫില്ല് ചെയ്യുക. ആൻഡ് ദോസ് ഹു ആർ കംപ്ലീറ്റഡ് 12th they will be asked for 12th certificate also. അപ്പോൾ 12th സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 12th ഇപ്പോൾ അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവർക്ക് പ്രശ്നമില്ല. 12th സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ അതും കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സോ ഇതിൻ്റെ ഫോർമാറ്റ് വരുന്നത് JPG, JPEG, PDF ആണ്. അപ്പോൾ നിങ്ങളെല്ലാം കാൻഡിഡേറ്റ് ഫോട്ടോ ഒക്കെ JPG തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ആൻഡ് ഫോട്ടോയുടെ സൈസ് വരുന്നത് 10 മുതൽ 200 KB ആണ്. ആൻഡ് ഈ സൈസിനകത്ത് കൊള്ളിക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ ഓൺലൈൻ തന്നെ നിറയെ കൺവേർഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആൻഡ് അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് അല്ലെങ്കിൽ കംപ്രസ് ദിസ് ഫോട്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്താ പറയുക JPG എന്താ പറയുക കംപ്രസ് സോഫ്റ്റ്വെയർസ് ഓൺലൈൻ ത്രൂ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് കാൻഡിഡേറ്റ്സ് ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക, സിഗ്നേച്ചർ സെലക്ട് ചെയ്യുക, 10th മാർക്ക് ഷീറ്റ് സെലക്ട് ചെയ്യുക. സോ വൺസ് നിങ്ങൾ കാൻഡിഡേറ്റ് ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കേരള JPG എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സിങ്ക് ഫോട്ടോ എന്നുള്ള ബട്ടൺ നിർബന്ധമായിട്ട് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള എന്താ പറയുക ഫോട്ടോ സക്സസ്ഫുള്ളി അപ്ലോഡ് എന്നുള്ള മെസ്സേജ് വരും. അതല്ലാതെ നിങ്ങൾ റിവ്യൂ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല. സെയിം വേ നിങ്ങൾ സിഗ്നേച്ചറും സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്തിട്ട് സിങ്ക് സിഗ്നേച്ചർ കൂടെ അവിടെ ക്ലിക്ക് ചെയ്യണം. ആൻഡ് 10th മാർക്ക് ഷീറ്റ് നിങ്ങൾക്ക് PDF അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫോട്ടോ ആയിട്ടോ അപ്ലോഡ് ചെയ്യാം, നോ ഇഷ്യൂസ്. അത് കഴിഞ്ഞിട്ട് സിങ്ക് 10th മാർക്ക് ഷീറ്റും കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് മൂന്നും സിങ്ക് ഫോട്ടോ, സിങ്ക് സിഗ്നേച്ചർ, സിങ്ക് 10th നിർബന്ധമായിട്ടും ക്ലിക്ക് ചെയ്യണം. ആൻഡ് ഓൾസോ കൺഫേം ഈ ഒരു ഗ്രീൻ കളറിലുള്ള നോട്ടിഫിക്കേഷൻ വന്നോ എന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫൈനൽ സ്റ്റേജ് എന്ന നിലയിൽ റിവ്യൂ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. വൺസ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തിരിക്കുന്നതെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്യുക. നെക്സ്റ്റ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നതെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളതും ചെക്ക് ചെയ്യുക. സെൻഡർ പ്രിഫറൻസ് ഒന്നുകൂടെ കൺഫേം ചെയ്യുക. അതർ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക. എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ഗോ ത്രൂ ആൻഡ് ഓൾ ദ ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്യുക. ഇതിനകത്ത് 12th സ്റ്റാൻഡേർഡ് മാർക്ക് ഷീറ്റ് നോട്ട് അവൈലബിൾ എന്നുള്ളതാണ്. കാരണം
12th മാർക്ക് ഷീറ്റ് 12th അപ്പിയറിംഗ് എന്നുള്ള ബട്ടണായിരുന്നു ഞാൻ ക്ലിക്ക് ചെയ്തത്. സോ വൺസ് ഡിക്ലറേഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫേം ഫൈനൽ സബ്മിറ്റ് എന്നുള്ളത്. സോ നിങ്ങൾ ഫേസ് 1 കഴിഞ്ഞു, ഫേസ് 2 കഴിഞ്ഞു, ഫേസ് 3 കംപ്ലീറ്റ് ആയി, ഫേസ് 4 കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വരുന്നതാണ് ഫേസ് 5, നിങ്ങളുടെ പേയ്മെന്റ് എന്നുള്ളത്. പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാതെ ഫോം സബ്മിറ്റ് ആവില്ല. സോ നിങ്ങളിപ്പം ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് OBC ആ രീതിയിൽ, ജനറൽ ആയതുകൊണ്ട് 1200 ആണ് ഇവിടെ കാണിക്കുന്നത്. എന്നിട്ട് ഇത് ഓതറൈസ് ആൻഡ് പേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെന്റ് ഇന്റർഫേസിലേക്കായിരിക്കും വരിക. പ്രൊസീഡ് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബില്ലിംഗ് അഡ്രസ്, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ UPI വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. UPI നിങ്ങൾക്ക് UPI ID കൊടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ UPI QR. ബെസ്റ്റ് എന്ന് പറയുന്നത് UPI QR ആണ്. ആൻഡ് പേ നൗ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ ഒരു UPI സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിപ്പം ഇന്റർനെറ്റ് കഫേ നോക്കിയാണ് സ്റ്റുഡൻസ് ഫോം ഫില്ല് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ബട്ടൺ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നിങ്ങളുടെ കാർഡോ നമ്പറൊന്നും അവിടെ സേവ് ചെയ്യുന്നതിനെക്കാട്ടും ബെസ്റ്റ് ഇതാണ്. ആൻഡ് ഓൾസോ UPI ഇസ് ഓൾവേസ് ബെസ്റ്റ്. അപ്പോൾ ഇത് സ്കാൻ ചെയ്തിട്ട് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ പേടിഎമ്മോ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ UPI ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് സ്കാൻ ചെയ്തിട്ട് പേയ്മെന്റ് കൊടുക്കാം. വൺസ് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗോണ സബ്മിറ്റ് ദ അപ്ലിക്കേഷൻ. നിങ്ങൾ സബ്മിറ്റ് ആവും ആൻഡ് നിങ്ങൾക്ക് പേയ്മെന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മെയിൽ ത്രൂ ആയിട്ട് റിസീവ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്താ പറയുക IMUയുടെ IMUCT 2026 ഫോം സക്സസ്ഫുള്ളി നിങ്ങൾ ഫിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ 12th റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ വൺ മോർ തിങ് ഐ ഹാവ് ടു ആഡ്. 12th റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് PCMന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമ്മുടെ ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. വൺസ് നമ്മൾ notutor.com-നകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ PCM കാൽക്കുലേറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. PCM കാൽക്കുലേറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സ്റ്റേറ്റ് ബോർഡാണ്, നിങ്ങൾ ഹയർ സെക്കൻഡറി ആണോ CBSE ആണോ, ഇപ്പം CBSE ആണെങ്കിൽ ഹയർ സെക്കൻഡറി ആണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ മാർക്സ് എത്രയാണോ നിങ്ങൾ സ്കോർ ചെയ്തത്. കാരണം നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരുത്താൻ പാടില്ല അതിനകത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാൽക്കുലേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ PCM പെർസെൻറ്റേജ് ഇവിടെ കാൽക്കുലേറ്റ് ആയിട്ട് കിട്ടും. സോ അക്കോർഡിംഗ്ലി ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ കേരള സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ എങ്ങനെയാണ് PCM പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, CBSE ആണെങ്കിൽ എങ്ങനെയാണ് PCM പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുള്ള ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച്. ആൻഡ് പ്രിപ്പയർ ചെയ്യുക. IMUCT അപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ട് വെറുതെ ഇരിക്കരുത്. നിങ്ങൾക്ക് അതിന് സമയമില്ല. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.